തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിലും തീരപ്രദേശങ്ങളുമൊക്കെ ശക്തമായ മഴയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. മാണിക്കൽ പഞ്ചായത്തിലും വ്യാപകമായ കൃഷിനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പിരപ്പൻകോട് സ്വദേശികളായ അശോകിന്റെയും സജിതയുടെയും വാഴകൃഷിയാണ് നശിച്ചത്. പ്രതികരണങ്ങൾ കാണാം ആദ്യം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒത്താണ് കൃഷി ചെയ്യുന്നത്. പിന്നെ ഒരു 400-500ഓളം വാഴ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഈ വർഷം നഷ്ടം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഒരു 10-300 വാഴയ്ക്കോളം പോയായിരുന്നു. അത് ഞങ്ങൾ ഇപ്പോഴേ ഇത് പോയപ്പോഴത്തേക്ക് കൃഷി ഓഫീസർ വന്ന് നോക്കിയിട്ട് പോയി. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ പോയപ്പോൾ കൃഷി ഓഫീസറൊക്കെ വന്ന് നോക്കിയിട്ട് പോയി. അതിലങ്ങ് ഒരു പൈസയും നമുക്ക് കിട്ടിയിട്ടില്ല. ഹരീഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഹരി, കനത്ത മഴ തന്നെയാണ്. കർഷകർക്കാണ് ഏറ്റവും വലിയ ആഘാതമുണ്ടാകുന്നത്. എല്ലാം ഏകദേശം വിളവെടുക്കാൻ പറ്റാവുന്ന സ്ഥിതിയിലേക്ക് എത്തുമ്പോഴാണ് ഈ വലിയ കൃഷിനാശങ്ങൾ അല്ലേ? കർഷകർക്ക് ആശങ്ക തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് നെയ്യാറ്റിൻകരയിൽ കൃഷിയിടത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇതിപ്പോൾ മാണിക്കൽ പഞ്ചായത്ത് ആ ഭാഗത്താണ്. പിരപ്പൻകോട് ക്ഷേത്രത്തിന് സമീപത്താണ് ഇത്തരത്തിലൊരു കൃഷിനാശം ഉണ്ടായിരിക്കുന്നത്. വാഴക്കൃഷിയായിരുന്നു. 500ഓളം ഏത്തവാഴകളാണ് നശിച്ചത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. നല്ല കാറ്റായിരുന്നു മലയോര മേഖലകളിലൊക്കെയും. അപ്പോൾ ഈ കാറ്റടിച്ചാണ് ഈ വാഴകൾ അത്രയും ചരിഞ്ഞത്. അതായത് ആ കൃഷിയിടത്ത് ആ കർഷകർ കയറുപയോഗിച്ച് ഈ വാഴകളൊക്കെ കെട്ടി നിർത്തിയിരുന്നു. പക്ഷേ കാറ്റിൻ്റെ വേഗത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ആ കയറിന് അത് താങ്ങി നിർത്താനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആ കൃഷിനാശം സംഭവിക്കുകയും ചെയ്തത്. ഇതുപോലെ മലയോര മേഖലകളിലൊക്കെ മണ്ണിടിച്ചിലുണ്ട്, മരങ്ങൾ കടപുഴകി വീഴുന്നുണ്ട്. അത്തരം സംഭവങ്ങൾ ഇന്നലെ പോങ്ങുമൂടും മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന ഒരു സ്ഥിതി ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ശക്തമായ മഴ, അതിനേക്കാൾ ശക്തമായ രീതിയിൽ കാറ്റ് വീശുന്നതാണ് ഈ നാശനഷ്ടങ്ങൾക്കൊക്കെ കാരണമാകുന്നത്.